മരിച്ചതിന് ശേഷം ഞാൻ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള ബോധമില്ല എങ്കിൽ ഞാൻ ഉൾപ്പെടെ തോന്നിയതുപോലെ എല്ലാം ചെയ്യും. അതെ. അപ്പോൾ ഈ ദൈവം ഇതാണ് ഈ ദൈവഭയം എന്ന് പറയുന്നത്. ദൈവഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എൻ്റെ കയ്യും കാലും ഓടിക്കുമെന്നല്ല, മരിച്ചതിന് ശേഷം എന്നെ ന്യായം വിധിക്കുവാൻ. അയ്യോ, എൻ്റെ രഹസ്യങ്ങളെ അവൻ വെളിപ്പെടുത്തി തരും. ഞാൻ മനുഷ്യരോടും ദൈവത്തോടും ചെയ്ത സകല അതിക്രമങ്ങൾക്കും അവൻ്റെ മുമ്പ് ഞാൻ കണക്ക് കൊടുക്കണം. ഈ ഒരൊറ്റ ബോധം മതി ഒരു മനുഷ്യനോട് നീതിയോടെ ജീവിക്കാൻ. ഇപ്പോൾ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഞാൻ പലരും ഞാൻ കേട്ടിട്ടുണ്ട്, ഭാര്യ ഭയങ്കര പഴക്കായിരിക്കും, ഭർത്താവ് കമാന്ന് ലക്ഷം മിണ്ടത്തില്ല. അപ്പം മറ്റുള്ള ഇവരാണെന്ന് ചോദിക്കും, പക്ഷേ ഇവനീ ഭയത്തോട് ആകാത്തൊരു വാക്ക് തൻ്റെ കൂട്ടാളിയായിരിക്കും വെച്ചാൽ മരണം വരെ ഒന്നിച്ച് ജീവിക്കുന്നതിൻ്റെ കണക്ക്, വിവാഹ ജീവിതത്തിന് കണക്ക് കൊടുത്തേ പറ്റെല്ലാവരും. അവിടെ ഞാൻ തന്നെ ദൈവത്തോടുള്ള ഭയമുള്ള മനുഷ്യൻ ആവശ്യമില്ലാത്തൊരു വാക്ക് പറയും. തിരിച്ച് ചില പെണ്ണുങ്ങൾ ഭർത്താവ് എത്ര ദൂർനടപ്പിലായിട്ടുണ്ടല്ലോ അവിടെ കുത്തിയിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഒരു വഴുത്തിനും പോകത്തില്ല. കാരണം അവർക്ക് ദൈവത്തെ പറ്റിയുള്ള അറിവ് കിട്ടുന്നുണ്ടാവും.